വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ശാന്തേച്ചിയോട് സങ്കടം പറയുകയാണ് ശാരിക. കല്യാണം കഴിഞ്ഞ ശേഷം രാജീവ് സാറിൻ്റെ വീട്ടിലേക്ക് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അവിടെ സാറിൻ്റെ അമ്മ എന്നെ നിലവിളക്ക് തന്ന് സ്വീകരിക്കും. അപ്പോൾ എനിക്ക് അവിടെ ആരുടെയും മുമ്പിൽ തല കുനിക്കാതെ ശിരസുയർത്തി നിൽക്കാം. പക്ഷേ ഇതിപ്പോൾ ഭർത്താവ് കെട്ടിയ താലി പോലും മറച്ചു വെച്ച് ഒരു കുറ്റവാളിയെപ്പോലെ ഒളിവിൽ എന്ന് പറഞ്ഞ് കരയുകയാണ് ശാരിക. അന്നേരം ശാന്തേച്ചി പറയുകയാണ്, അങ്ങനെയൊക്കെ വേണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? രാജീവ് സാറ് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയല്ലേ, അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുമല്ലോ. അന്നേരം ശാരിക പറയുകയാണ്, ആൻറ്റിയുടെ പ്രതികരണം നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. 1 ഗ്രാം സ്വർണത്തിന് വേണ്ടി മരിക്കും അവര്. അന്നേരം ശാന്ത ചോദിക്കുകയാണ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മോളെ, നിനക്ക് ശരിക്കും രാജീവ് സാറിനെ ഇഷ്ടമല്ലായിരുന്നോ? അതോ ഹോട്ടലിലെ ജോലിക്കിടയിൽ സമയം കളയാനുള്ള ഒരു കളിപ്പാട്ടമായിട്ടാണോ സാറിനെ നീ കണ്ടിരുന്നത്? അത് കേട്ട് ശാരിക അന്തം വിട്ട് നിൽക്കുമ്പോൾ തുടർന്ന് ശാന്ത പറയുകയാണ്, എനിക്കും കല്യാണത്തിന് മുമ്പ് ഒരിഷ്ടമുണ്ടായിരുന്നു. ജാതിയിൽ താണവനാണ്, കൂലിവേലക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വീട്ടുകാർ അന്ന് അത് വകവെച്ച് തന്നില്ല. ഭേദപ്പെട്ട ഒരു കുടുംബത്തിലെയാണ് ചന്ദ്രേട്ടൻ. അന്ന് സർക്കാർ ജോലിയും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത് കള്ള് കുടിച്ച് തുലച്ചു. ഇപ്പോൾ ഓട്ടോ ഓടിച്ച് നടക്കുകയാണ്. സന്തോഷത്തോടെ ഇന്ന് ഒരു രാത്രി പോലും ഞങ്ങൾ ജീവിച്ചിട്ടില്ല. പക്ഷേ അന്നത്തെ കൂലിവേലക്കാരനെന്ന് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. ഇന്നിപ്പോൾ മോളുടെ കല്യാണത്തിന് മുൻകൈ എടുത്ത പോലെ അന്ന് എനിക്ക് വേണ്ടി മുൻകൈ എടുക്കാൻ ആരുമില്ലായിരുന്നു. അന്ന് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ശാന്തയുടെ ജീവിതം ഒരിക്കലും ഇങ്ങനെ ആകില്ലായിരുന്നു എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ശാന്തേച്ചി. ഇപ്പോൾ കുറച്ച് സംഘർഷങ്ങളും അനുഭവങ്ങളുമൊക്കെ ഉണ്ടായെന്ന് വരും. അത് അനുഭവിച്ചേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവനും കണ്ണീര് കുടിക്കേണ്ടി വരും. അന്ന് മോള് ഒറ്റയ്ക്കേ കാണൂ എന്നൊക്കെ ശാരികയോട് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് ശാന്ത. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. അവിടെ ഹാളിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് രാഘവൻ നായർ. അതേസമയം ഫോണിൽ പണം എടുത്തു വെച്ചോളൂ, ഞാൻ കമലിനെയോ ദാസിനെയോ അങ്ങോട്ട് പറഞ്ഞുവിടാം എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ് ഭാമ. എന്നിട്ട് ദേഷ്യപ്പെട്ട് പറയുകയാണ്, അതെ, എൻ്റെ പുത്രജന്മം എവിടെ പോയതാണോ ആവോ? എന്തുപറ്റി ഭാമയെന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ്. അതെ, 2 ആഴ്ചയായിട്ട് പലിശ പിരിവ് മുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിലും ബസാറിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെയുള്ള ജോലിക്കാർ പണം എടുത്തു വെച്ച് കാത്തിരിക്കുകയാണ്. ആള് ചെല്ലാതിരുന്നാൽ അവരൊക്കെ എന്താണ് ചെയ്യുന്നത്? അവരൊക്കെ അന്നന്നത്തെ അന്നത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. ആള് ചെല്ലാതിരുന്നാൽ പിന്നെ അവരതെടുത്തങ്ങ് ചെലവാക്കും. പിന്നെ അടവങ്ങ് മുടങ്ങും. പിന്നെ അവരെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? സഹായം ചെയ്ത സത്യഭാമ പിന്നെ ക്രൂരയും ദുഷ്ടയും ഒക്കെയാവും. അതൊക്കെ ശരിവെക്കുകയാണ് രാഘവൻ നായർ. ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് പ്രീതിയും. അവരും പട്ടിണിയായ അവരുടെ ഭാര്യമാരും പിള്ളേരും കൂടി പിന്നെ എന്നെ അങ്ങ് പ്രാവും. ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എൻ്റെ മോന്. അന്നേരം വിഷ്ണുവേട്ടൻ അമ്പലത്തിൽ പോയതാണമ്മയെന്ന് പ്രീതി പറയുമ്പോൾ ഭാമ ചോദിക്കുകയാണ്, ചെയ്ത പാപങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്യാനായിരിക്കും അല്ലേ? അന്നേരം രാഘവൻ നായർ പറയുകയാണ്, അവൻ അങ്ങനെ അധികം പാപമൊന്നും ചെയ്തിട്ടില്ല ഭാമേ. ഈ വീടിനെ ബാധിച്ചിരിക്കുന്ന ദുർഭൂതത്തെ ഒഴിവാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതായിരിക്കും. അന്നേരം ആരാ ആ ദുർഭൂതമെന്ന് ഭാമ ചോദിക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, വേറെ ആരാണ്, നീ മകളെപ്പോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്ന ആ സുസ്മിത തന്നെ. എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണെന്ന് പറയുമ്പോൾ ഭാമ പറയുകയാണ്, ഒരു ദുർഭൂതം ഈ വീട്ടിലുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അത് സുസ്മിതയല്ല, ശാലിനിയാണ്. അന്നേരം പ്രീതി ചോദിക്കുകയാണ്, ശാലിനി എന്ത് ചെയ്തെന്നാണ് അമ്മ ഈ പറയുന്നത്? എടി, എപ്പോഴും അവളുടെ പിന്നാലെ നടക്കുന്നത് കൊണ്ടാണ് അവൻ ഈ ജോലിയിലൊക്കെ ഉഴപ്പുന്നത്. ശാലിനി വീട്ടിലുള്ളപ്പോൾ അവൻ വെളിയിൽ പോകുന്നത് നീ കണ്ടിട്ടുണ്ടോ? എല്ലാവരും കല്യാണം കഴിക്കുന്നവരൊക്കെ തന്നെയാണ്. പക്ഷേ ഇതുപോലൊരു പ്രാന്ത് ഞാൻ കണ്ടിട്ടില്ല. അന്നേരം വിഷ്ണു ശാലിനിയുമായി വരികയാണ്. വണ്ടി നിർത്തിയ ശേഷം വിഷ്ണു പറയുകയാണ്, അപ്പോൾ നമുക്ക് ഇറങ്ങാമല്ലേ? അന്നേരം ശാലിനി ചോദിക്കുകയാണ്, ഇവിടെ നിർത്തിയത് എന്തിനാ? കുറച്ചുകൂടി ദൂരം അങ്ങ് പോകാമായിരുന്നില്ലേ? അപ്പോൾ വിഷ്ണു പറയുകയാണ്, താജ്മഹലിലേക്കോ ആഗ്രയിലേക്കോ വല്ല കുളു മണാലിലേക്കോ ഒക്കെ വിടാമായിരുന്നു. പക്ഷേ ഇയാളുടെ മുഖം ഇങ്ങനെ മൂടിക്കെട്ടിയിരിക്കുമ്പോൾ അതിനൊരു മൂടില്ല. അന്നേരം ശാലിനി പറയുകയാണ്, നല്ല സുഖമാണല്ലോ ഇങ്ങനെ കൈ കെട്ടിവെച്ച് യാത്ര ചെയ്യാൻ. അന്നേരം വിഷ്ണു പറയുകയാണ്, ശരിയാണല്ലോ, ഞാൻ ഇതുവരെ അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല. ഇനി അങ്ങനെ കൈ കെട്ടിവെച്ചൊന്ന് യാത്ര ചെയ്ത് നോക്കണം. ഇയാൾ അതും ചെയ്യും, രാക്ഷസനാണല്ലോ. രാക്ഷസനെന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, ഞാൻ അങ്ങനെ ചെയ്തത് ഇയാൾ പറഞ്ഞിട്ട് അനുസരിക്കാത്തത് കൊണ്ടല്ലേ? എൻ്റെ കൂടെ വന്ന് മര്യാദയ്ക്ക് വണ്ടി കയറാനായിട്ട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു? അന്നേരം ശാലിനി ചോദിക്കുകയാണ്, പറഞ്ഞാൽ അനുസരിക്കാത്തവരെ തൂക്കിയെടുത്ത് വണ്ടിയിലേക്കിട്ട് കൊണ്ടുപോകുന്നതാണോ ഇയാളുടെ ഒരു മര്യാദ?
തനിക്കതല്ലേ അറിയൂ, കൊട്ടേഷൻ പണി ചെയ്തല്ലേ ശീലം. അങ്ങനെയുള്ളവരെയാണ് കയ്യാമം വെച്ച് അകത്തിടുന്നത്. അന്നേരം വിഷ്ണു പറയുകയാണ്, അങ്ങനെയാണെങ്കിലേ ഞാനുള്ളത് കോടതി പറയും. സ്വന്തം ഭാര്യയുടെ കാലിൽ മുള്ളുകൊണ്ടാൽ ഏതൊരു ഭർത്താവിനും വേദനിക്കും. ആ സാഹചര്യത്തിൽ ഒരു സാധാരണ ഭർത്താവ് ചെയ്യുന്നത് മാത്രമേ ഞാനും ചെയ്തിട്ടുള്ളൂ. ദാറ്റ്സ് ആൾ യുവർ ഓണർ എന്ന് വിഷ്ണു പറയുമ്പോൾ വിഷ്ണുവിനെ കളിയാക്കി ശാലിനി പറയുകയാണ്, ദാറ്റ്സ് ആൾ യുവർ ഓണർ. ഞാനാണ് ജഡ്ജിയെങ്കിലേ ജീവിതകാലം മുഴുവൻ ഇയാൾ പുറം ലോകം കാണില്ല. അത് തന്നെയാണല്ലോ നടക്കുന്നതെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് വിഷ്ണു. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, ഇയാൾ എന്തുവാ പറഞ്ഞത്? അല്ല, ഇയാൾ ജഡ്ജി ആവാത്തത് നന്നായി എന്ന് ഞാൻ പറയുകയായിരുന്നോ? തുടർന്ന് വിഷ്ണു ശാലിനി ഇരിക്കുന്ന ഡോർ തുറന്നിട്ട് കയ്യിലെ സീറ്റ് ബെൽറ്റ് കൊണ്ട് കെട്ടിയ കെട്ടങ്ങ് അഴിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ജഡ്ജിയെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുന്നു, ഇനി ഇങ്ങോട്ട് ഇറങ്ങിക്കേ. അന്നേരം ഇയാൾ അങ്ങോട്ട് മാറി നിന്നേന്ന് പറയുകയാണ് ശാലിനി. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, ഇയാളിപ്പോൾ തനിയെ ഇറങ്ങി നടക്കാമെന്നാണോ വിചാരിക്കുന്നത്? അല്ലാതെ പിന്നെ. എടോ, കൊണ്ടിരിക്കുന്നത് ഇല്ലിമുള്ളാണ്, അപ്പോൾ പെട്ടെന്നങ്ങ് നടക്കാനൊന്നും പറ്റില്ല. മുള്ളിൻ്റെ കാര്യം പറഞ്ഞ് കുറേ നേരം കൂടി എന്നെ കയ്യിലെടുത്ത് നടക്കാമെന്നുള്ള ഇയാളുടെ മോഹം നടക്കില്ല മോനെ. ഈ മോഹം ഒരിക്കലും നടക്കില്ല. ഞാനും കണ്ടിട്ടുണ്ട് കുറേ മുള്ളൊക്കെ. അന്നേരം വിഷ്ണു പറയണം, ഓ ശരി, എങ്കിലും എങ്ങോട്ട് ഇറങ്ങി നടന്നാട്ടെ. അന്നേരം പതിയെ ശാലിനി മറ്റേ കാലുകൊണ്ട് ഇറങ്ങിയിട്ട് നടക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ വീഴാൻ പോകുന്നു. അന്നേരം വിഷ്ണു പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ ഇയാളെ കൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ എന്താ പരിപാടി? ഇവിടെ നിന്ന് ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുവാണോ അതോ അകത്ത് പോയി റെസ്റ്റ് എടുക്കുന്നോ? ഇയാളെ പാട് നോക്കിപ്പോ, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നാൽ ശരി എന്ന് പറഞ്ഞ് മാറുകയാണ് വിഷ്ണു. തുടർന്ന് ശാലിനി നടക്കാൻ ശ്രമിക്കുമ്പോൾ വീഴാൻ പോവുകയാണ്. അവിടെ നിന്നിട്ട് വീണ്ടും വിഷ്ണുവിനെ വിളിക്കുകയാണ്, അതെ ഇങ്ങോട്ടൊന്ന് വരണം. എന്താണ് എന്ന് പറഞ്ഞ് വരികയാണ് വിഷ്ണു. അതെ, എനിക്ക് അകത്ത് പോകണം. അതിന് എന്ന് ചോദിക്കുകയാണ് വിഷ്ണു. അതിന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അത്രേ ഉള്ളൂ. എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് വിഷ്ണു ചോദിക്കുകയാണ്. എൻ്റെ തോളിലൊന്ന് താങ്ങിയാൽ മതി, ഞാൻ പതിയെ നടന്നോളാം. അന്നേരം വിഷ്ണു ചെന്ന് ശാലിനിയെ പിടിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് പൊക്കിയെടുക്കുകയാണ്. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, ഇയാൾ എന്തുവായി കാണിക്കുന്നത്? എന്നെ താഴെ നിർത്തിക്കേ. എങ്കിൽ ഞാൻ വിട്ടു എന്ന് പറഞ്ഞ് വിടുന്നത് പോലെ കാണിക്കുകയാണ് വിഷ്ണു. അന്നേരം വിഷ്ണുവിൻ്റെ തോള് ഇറുക്കെ പിടിച്ച് തലയങ്ങ് കുനിക്കുകയാണ് ശാലിനി കണ്ണടച്ചു പിടിച്ച്. അന്നേരം വിഷ്ണു വീണ്ടും വീണില്ല എന്ന് പറയുകയാണ്. അന്നേരം മുഖമുയർത്തി വിഷ്ണുവിനെ നോക്കുകയാണ് ശാലിനി. എന്നിട്ട് പറയുകയാണ് വിഷ്ണു, ഇനിയും താഴെ നിർത്താൻ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പിടിവിട്ടെന്നിരിക്കും. അങ്ങനെ വേണോ? വേണ്ടാന്ന് പറഞ്ഞ് തലയാട്ടുകയാണ് ശാലിനി. അപ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്, എന്നാൽ നമുക്ക് അകത്തേക്ക് പോകാം. അന്നേരം ശാലിനി മനസ്സിൽ കരുതുകയാണ്, പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞതുപോലെ ചെയ്തെന്നിരിക്കും. അതാണ് സ്വഭാവം, റൗഡി. അതേസമയം അകത്ത് സത്യഭാമ വീണ്ടും ദേഷ്യപ്പെടുകയാണ്. ശാലിനി തോളിൽ വലിഞ്ഞു കയറിയതിനു ശേഷമാണ് വിഷ്ണുവിന് തീരെ ഉത്തരവാദിത്വം ഇല്ലാതായി തുടങ്ങിയത്. ഏയ് അങ്ങനെയൊന്നും ഇല്ല ഭാമയെന്ന് രാഘവൻ നായർ പറഞ്ഞു തീരുമ്പോഴേക്കും പാട്ടൊക്കെ പാടി ശാലിനിയെയും എടുത്തുകൊണ്ട് അകത്തേക്ക് വരികയാണ് വിഷ്ണു. അന്നേരം ഭാമ പറയുകയാണ്, ദേ നോക്ക്, ഞാൻ പറഞ്ഞതെല്ലാം സത്യമല്ലേ എന്ന്. അന്നേരം ഭാമയുടെ അടുത്തേക്ക് ശാലിനിയെ എടുത്തുകൊണ്ട് വരികയാണ് വിഷ്ണു. ഭാമ ചോദിക്കുകയാണ്, എന്തുവാടാ ഈ കാണിക്കുന്നത്? നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാനായിട്ട്. അന്നേരം താഴെ നിർത്തുന്നൊക്കെ പതിയെ ശാലിനി പറയുന്നുണ്ട്. വീണ്ടും ഭാമ ചോദിക്കുകയാണ്, നീയല്ലാതെ വേറെ ആരും ഈ ലോകത്ത് കല്യാണം കഴിച്ചിട്ടില്ലേ? സത്യഭാമ എഴുന്നേറ്റ് താഴെ നിർത്തടാ അവളെ എന്ന് പറയുന്നു. അന്നേരം വിഷ്ണു പറയാണ്, അതമ്മേ താഴെ നിർത്താൻ പറ്റില്ല. അതെന്താടാ താഴെ നിർത്താൻ പറ്റാത്തത്? ഞാൻ പറഞ്ഞാൽ നീ കേൾക്കില്ലേ? അന്നേരം വിഷ്ണു പറയാണ്, അതല്ലമ്മേ, താഴെ നിർത്തിയാൽ ശാലിനി വീണുപോകും. വീണുപോകാൻ ഇവളെന്താ ബൊമ്മക്കുട്ടിയാണോ? അതല്ലമ്മേ, ശാലിനിയുടെ കാലിൽ മുള്ളുകൊണ്ടു, താഴെ നിർത്തിയാൽ നടക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അവളുടെ കാലിൽ ഒരു കുഞ്ഞു മുള്ളു കൊണ്ടതിനാണോ നീ വിഡ്ഢിവേഷം കെട്ടുന്നത്? ഇവളെന്താ കുപ്പിപ്പാല് കുടിക്കുന്ന കുട്ടിയാണോ? അതേസമയം താഴെ നിർത്തുന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. വിഷ്ണു പറയാണ്, അതമ്മേ കുഞ്ഞുമുള്ളല്ല, ഇല്ലിമുള്ളാണ്. അത് ശരിവെച്ച് രാഘവൻ നായരും പറയുകയാണ്, ഇല്ലിമുള്ളോ? എങ്കിൽ പ്രശ്നമാണ്. സാധാരണ തൊട്ടാവാടി മുള്ളു പോലെയൊന്നും അല്ല ഇല്ലിമുള്ള്. കുറേ സമയം വേദനയും കാലുകഴപ്പും ഒക്കെ കാണും. കാല് നിലത്ത് കുത്താനേ സാധിക്കില്ല. ഈ അസുഖത്തിനൊക്കെ വേറെ മരുന്നാണ് വേണ്ടത് എന്ന് ദേഷ്യപ്പെടുകയാണ് ഭാമ. അന്നേരം ഭാമയ്ക്കൊരു കോൾ വരികയാണ്. ഞാൻ ദാ വരുന്നു എന്ന് പറയുകയാണ് ഭാമ ഫോണിൽ. എന്നിട്ട് രാഘവേട്ടനോട്, രാഘവേട്ട ഞാൻ ഇപ്പോൾ വരാമേന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, ഡാ നീ അവളെ കൊണ്ടുപോയി റൂമിൽ കിടത്ത്, ശാലിനിയൊക്കെ നോക്കി ചിരിച്ചിട്ട് പോകാമെന്ന് പറയുകയാണ് വിഷ്ണു. അതേസമയം മുകളിലേക്ക് നോക്കി പ്രീത് കരുതുകയാണ്, ശൂർപ്പണക ഈ സീൻ കണ്ടില്ലല്ലോ.
അതേസമയം താഴേക്ക് ഇറങ്ങി വരികയാണ് സുസ്മിത. അത് കണ്ട് ആശ്വസിക്കുകയാണ് പ്രീതി. ഓടി ഇറങ്ങി വന്ന് സുസ്മിത ചോദിക്കുകയാണ്, വിഷ്ണു ഏട്ടൻ ഇതെന്തായി കാണിക്കുന്നത്? അന്നേരം വിഷ്ണു പറയാണ്, അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ. ഇവളെ എന്തിനാ ഇങ്ങനെ കയ്യിലെടുത്തിരിക്കുന്നതെന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് സുസ്മിത. അന്നേരം ചിരിച്ച് വിഷ്ണു പറയുകയാണ്, ഞങ്ങളെ ഒരു ഹണിമൂൺ ട്രിപ്പിന് പോയതാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫർ പറഞ്ഞു ഇങ്ങനെ ഒരു പോസ് നല്ലതാണെന്ന്. അപ്പോൾ കയ്യിലെടുത്തതാണ്, പിന്നെ താഴെ വയ്ക്കാൻ മറന്നുപോയി. അങ്ങനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അന്നേരം അവളെ താഴെ നിർത്താൻ എന്ന് ദേഷ്യപ്പെട്ട് പറയുന്നു സുസ്മിത. അന്നേരം ദേഷ്യം കടിച്ചമർത്തി വിഷ്ണു ചോദിക്കുകയാണ്, അയ്യടാ താഴെ നിർത്താൻ, എൻ്റെ ഭാര്യയെ താഴെ നിർത്താൻ പറയാൻ നീ ആരാടി? വേണ്ടി വന്നാൽ ഞാൻ തലയിൽ കയറ്റി വെക്കട്ടാന്ന് ശാലിനിയെ നോക്കി ചോദിക്കുകയാണ് വിഷ്ണു. വേണ്ടാന്ന് തലയാട്ടി കാണിക്കുകയാണ് അന്നേരം ശാലിനി. ഇതൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് രാഘവൻ നായരും പ്രീതിയുമൊക്കെ. എന്നിട്ട് വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ കൈ തടഞ്ഞ് സുസ്മിത പറയുകയാണ്, ഞാൻ സമ്മതിക്കില്ല. എങ്ങോട്ടാണ് ഇവളെയും കൊണ്ട്? ബെഡ്റൂമിലേക്ക് എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ കാലുകൊണ്ട് സുസ്മിതയെ ആഞ്ഞ് തള്ളുകയാണ് വിഷ്ണു. ആ ചവിട്ടുകൊണ്ട് കൈയിടിച്ച് വീഴുകയാണ് സുസ്മിത. എന്നിട്ട് ആ വീഴ്ചയിൽ തന്നെ സുസ്മിത രാഘവൻ നായരെയും പ്രീതിയെയും ഒക്കെ നോക്കുകയാണ്. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വീണ്ടും കൈകൊണ്ട് തടഞ്ഞ് സുസ്മിത പറയുകയാണ്, നിൽക്കവിടെ, എന്നെ തള്ളിയിട്ടല്ലേ നീ അത്രയ്ക്കായോടിയെന്ന് ശാലിനിയോട് ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, ദേ സുസ്മിതേ, നാവടക്ക്. ഞാൻ എന്തിനാടി നാവടക്കുന്നത്? നിനക്ക് നാണമില്ലേ ആണുങ്ങളെ ഇങ്ങനെ തോളി പിടിച്ച് കെട്ടിപ്പിടിച്ച് നടക്കാനെന്ന് ദേഷ്യത്തോട് ചോദിക്കുകയാണ് സുസ്മിത. അന്നേരം വിഷ്ണുവിനെ ഒന്നുകൂടെ ഇറുക്കി പിടിച്ചിട്ട് ശാലിനി പറയുകയാണ്, ഞാൻ വേറെ ആണുങ്ങളെയൊന്നും പിടിച്ചില്ല, ഇതേ എൻ്റെ ഭർത്താവാണ്. ശാലിനിയുടെ വർത്തമാനം കേട്ട് വാ പൊളിച്ച് നിൽക്കുകയാണ് വിഷ്ണു. തുടർന്ന് സുസ്മിത ചോദിക്കുകയാണ്, അപ്പോൾ ഭർത്താവാണെന്നും പറഞ്ഞ് നീ പരസ്യമായിട്ട് എന്തും കാണിക്കുമല്ലോ. ദേ സുസ്മിത, എനിക്ക് കാലിനെ വയ്യാതെ ഉള്ളൂ, കൈക്ക് ഒരു കുഴപ്പവുമില്ല. വേണ്ടാത്തത് പറഞ്ഞാലേ ചെകിടടിച്ച് ഞാൻ നീര് വരുത്തും എന്ന് കൈയെടുത്ത് കാട്ടി പറയുകയാണ് ശാലിനി. അപ്പോൾ അത്രയുള്ളൂ കാര്യം, അങ്ങോട്ട് നീങ്ങി നിൽക്കടി എന്ന് വിഷ്ണു പറഞ്ഞിട്ട് വീണ്ടും ശാലിനിയുടെ കാലുകൊണ്ട് സുസ്മിതയെ തള്ളിയിടുകയാണ് വിഷ്ണു. എന്നിട്ട് പറയുകയാണ്, സുസ്മിതേ, ആദ്യം നിനക്ക് ഞാൻ തന്നത് ഒരു ഫ്രീ ഗിഫ്റ്റാണ്, മേലാൽ എൻ്റെ വഴി തടയാതിരിക്കാൻ. ഇപ്പോൾ തന്നത് എൻ്റെ ഭാര്യയുടെ മനസ്സറിഞ്ഞുള്ള സമ്മാനമാണ്. ഇനി ഒരിക്കലും ഇവളെ നീ അധിക്ഷേപിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ പോകാമെന്ന് ശാലിനിയോട് പറഞ്ഞ് മുകളിലേക്ക് ശാലിനിയെ കൊണ്ടുപോവുകയാണ് വിഷ്ണു പാട്ടൊക്കെ പാടി. വിഷ്ണുവിൻ്റെ ആ പാട്ടൊക്കെ കേട്ട് അതിയായി സന്തോഷിച്ചിരിക്കുകയാണ് രാഘവൻ നായരും പ്രീതിയും. തുടർന്ന് കാണിക്കുന്നത് രാവിലെ കുടുംബശ്രീ വീടാണ്. അവിടെ കുറേ നേരമായി ശ്യാമ ഫോണിൽ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു നിൽക്കുകയാണ് ശാരദാമ്മ. എന്നിട്ട് അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ്, എടി ആരാടി ഫോണിൽ? അന്നേരം ഫോൺ കട്ട് ചെയ്ത് എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ് ശ്യാമ. അന്നേരം വീണ്ടും ദേഷ്യപ്പെടുകയാണ് ശാരദാമ്മ, നിന്നോടാണ് ചോദിച്ചത് ആരാണ് ഫോണിലെന്ന്. എൻ്റെ ക്ലാസ്മേറ്റാണ് സുനിത എന്ന് ശ്യാമ പറയുമ്പോൾ ദേഷ്യത്തോടുകൂടി ശാരദാമ്മ പറയുകയാണ്, സുനിതയാണോ സുനീഷാണോ എന്നൊക്കെ ആർക്കറിയാം, എപ്പോൾ നോക്കിയാലും പെണ്ണ് ഫോണിൽ തന്നെയാണ്. എൻ്റെ അമ്മേ, അവൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വന്നിട്ടില്ലായിരുന്നു, എന്നെ വിളിച്ച് നോട്ട്സ് ചോദിച്ചതാണ് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന ശ്യാമയെ പിടിച്ചു നിർത്തുകയാണ് ശാരദാമ്മ. നോട്ട് കൊടുക്കാൻ നീ ആരാടി? അവിടുത്തെ ടീച്ചറാണോ? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, 2 മക്കളും എൻ്റെ കയ്യിൽ നിന്നും പോയി. നിന്നെ ഒരുത്തിയെങ്കിലും നേരെ ചൊവ്വേ ഒരു ചെറുക്കൻ്റെ കൈ പിടിച്ചു കൊടുക്കണം എന്നെനിക്ക് ഉണ്ടെന്ന് സങ്കടത്തോടെ പറയുകയാണ് ശാരദാമ്മ. അത് കേട്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് ശാരിക. പ്രേമമെന്നും മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് വല്ലവൻ്റെയും പുറകെ നടക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നിന്റെ മുട്ടുകാല് ഞാൻ തല്ലിയൊടിക്കുമെന്ന് പറയുകയാണ് ശാരദാമ്മ. അന്നേരം ഇതെന്ത് കൂത്തുവെന്ന് പറഞ്ഞു നിൽക്കുകയാണ് ശ്യാമ. ശാരദാമ്മ പറയുകയാണ്, ശാരദാമ്മയുടെ മക്കളെ കണ്ട് പഠിക്കാനാണ് നാട്ടിലൊക്കെയുള്ള സംസാരം. അത് കണ്ടു പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കേമമായേനെ. ഈ അമ്മയ്ക്കിത് എന്തിൻ്റെ കേടാന്ന് ചോദിക്കുമ്പോൾ ആകെ ദേഷ്യപ്പെട്ട് ശാരദാമ്മ പറയുകയാണ്, പോയിരുന്ന് 4 അക്ഷരം പഠിക്കാൻ നോക്കടി, വല്ലാത്ത പാട് തന്നെയെന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് ശ്യാമ. തുടർന്ന് ശാരദാമ്മ സ്വയം പറയുകയാണ്, ബാക്കിയുള്ളവർ അടുക്കളയിൽ കിടന്ന് ഇത്രയും നാളും കരിയും തീയും പുകയും ഒക്കെ പിടിച്ചതൊക്കെ വെറുതെ. ശാരദയുടെ കണക്കെടുക്കുമ്പോൾ നാട്ടുകാരുടെ H ഗ്ലാസ് കഴുകിയതൊക്കെ ബാക്കിയുണ്ടാകൂ. ഇതൊക്കെ കണ്ട് ശാരിക അടുത്തേക്ക് ചെല്ലുമ്പോൾ ശാരികയ്ക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞിരിക്കുകയാണ് ശാരദാമ്മ. സങ്കടം സഹിക്കവയ്യാതെ ശാരദാമ്മയുടെ കാലിൽ വീണ്, അമ്മേ മാപ്പാക്കണം, അമ്മ എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞ് കരയുകയാണ് ശാരിക. ആകെ കരഞ്ഞ് ശാരദാമ്മ ശാരികയെ പിടിച്ചെഴുന്നേൽക്കുമ്പോൾ ശാരിക പറയുകയാണ്, ഞാൻ പെട്ടുപോയതാണമ്മേ, ആ സാഹചര്യത്തിൽ എനിക്ക് അതേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയല്ലാതെ രാജീവ് സാറുമായിട്ടുള്ള കല്യാണം നടക്കില്ല എന്ന് അവർ പറഞ്ഞപ്പോൾ അല്ലാതെ അമ്മയുടെ ശാരിക മോള് വഴി പിഴച്ചിട്ടില്ല.
അമ്മയുടെ വാക്ക് തെറ്റിച്ച് നടന്നിട്ടുമില്ല. അമ്മയറിയാതെ ഈ ശാരിമോളുടെ ജീവിതത്തിൽ ഒരു സംഭവങ്ങളും നടന്നിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മയുടെ കൈ പിടിച്ച് കരയുകയാണ് ശാരിക. അറിയാതെ പറ്റിപ്പോയതാണ്, മാപ്പ് തരണം അമ്മ എന്ന് പറഞ്ഞ് വീണ്ടും തൊഴുത് കരയുകയാണ് ശാരിക. ശാരികയുടെ കൈ പിടിച്ച് ശാരദാമ്മ പറയുകയാണ്, അതിന് ഞാൻ നിന്നോട് പിണങ്ങിയാലല്ലേ, ചെറിയൊരു നീരസമുണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാലല്ലേ അമ്മയുടെ മനസ്സിന് ഒരാശ്വാസം ഉണ്ടാകുകയുള്ളൂ. നീ അത് വിട്ടുകള എന്ന് പറഞ്ഞ് മുഖം കുനിച്ച് ശാരദാമ്മ നിൽക്കുമ്പോൾ ശാരദാമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ശാരിക. തുടർന്ന് ശാരികയുടെ നെറ്റിയിലൊരു മുത്തം കൊടുത്തിട്ട് വീണ്ടും ശാരിക അമ്മയെന്ന് വിളിക്കുമ്പോൾ ശാരികയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ശാരദാമ്മ. ഇത്രയും കാണിക്കുമ്പോഴേക്കും നാളത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.